ടി-കോമിന് എന്തിനാ നഷ്ടപരിഹാരം? സ്മാർട്ട് സിറ്റി കരാറിൽ CAG കണ്ടെത്തിയ ഗുരുതര പിഴവുകളാണ് വർഷങ്ങൾക്കിപ്പുറം ടി-കോമിന് നേട്ടമാകുന്നത്. ടി-കോം വീഴ്ച വരുത്തിയാൽ പിഴ ഈടാക്കാൻ കരാറിൽ വ്യവസ്ഥയില്ലെന്ന് CAG കണ്ടെത്തി. 2014 പരിശോധനയിലാണ് CAG കരാറിലെ വീഴ്ചകൾ കണ്ടെത്തിയത്. TG സജിത്ത് ചേരും കൂടുതൽ വിവരങ്ങളുമായി. സജിത്ത്, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്നത്. ഇപ്പോൾ ഇതുവരെ സർക്കാർ പാരിതോഷികം അല്ലെങ്കിൽ പിഴ നൽകാൻ തീരുമാനിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇപ്പോഴിതാ അത്തരത്തിൽ വീഴ്ച വരുത്തിയാൽ പിഴ ഈടാക്കാൻ കരാറിൽ വ്യവസ്ഥയില്ല എന്ന് CAG കണ്ടെത്തിയിരിക്കുന്നു. ആ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മറ്റെന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ? ഭവ്യ, 2014 ജൂലൈയിൽ പരിശോധിച്ച CAG റിപ്പോർട്ട്, അന്നത്തെ പുറത്തു വന്ന CAG റിപ്പോർട്ടിലാണ് സ്മാർട്ട് സിറ്റി കരാറിലെ ഗുരുതരമായ ചില പിഴവുകൾ അന്ന് CAG കണ്ടെത്തിയത്. ഇത് പിന്നീട് സംസ്ഥാനത്ത് പലവട്ടം ചർച്ചയായതാണ്. ഈ ഘട്ടത്തിൽ നമുക്ക് ചർച്ചയാവേണ്ടി വരുന്നത് കാരണം ടി-കോമിന്റെ പിന്മാറ്റവും സർക്കാരിന്റെ പുതിയ നീക്കങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ടി-കോം കമ്പനിക്ക് നേട്ടമാവുന്നത് അന്ന് കരാറിലെ പല വ്യവസ്ഥകളും കൂടിയാണ്. കാരണം ഈ കരാറിന്റെ കാലാവധിയിൽ പല ഘട്ടങ്ങളിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വീഴ്ച വരുത്തിയാൽ അന്ന് സർക്കാരിന് ഇടപെടാൻ ഒരു വ്യവസ്ഥയും ഈ കരാറിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് കരാറിൽ പറ്റിയ ഒരു ഗുരുതരമായ പിഴവാണ്. ഇക്കാര്യം CAG മുമ്പ് തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഒപ്പം ഈ ഭൂമി കൈമാറ്റം ചെയ്ത രീതിയിലടക്കം വലിയ പിഴവുകൾ നേരത്തെ തന്നെ CAG കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ടി-കോം കമ്പനി നിർമ്മാണ കാലയളവിൽ നിർമ്മാണ വൈകൽ, എന്തെങ്കിലും തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വൈകലോ നിശ്ചിത കാലാവധിക്കുള്ളിൽ കരാറിൽ പറഞ്ഞതുപോലെയുള്ള കെട്ടിട നിർമ്മാണത്തിൽ അടക്കം വൈകലുണ്ടായാൽ അതിൽ ഇടപെടാൻ സർക്കാരിന് വ്യവസ്ഥയില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ക്ലോസായി ഉൾപ്പെടുത്തിയത്. ഇത് ഗുരുതരമായ പിഴവാണ് എന്ന കാര്യം CAG നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. അതാണ് ഈ CAG റിപ്പോർട്ടിലുള്ള ഒരു പ്രധാനപ്പെട്ട ഉള്ളടക്കം. ഇതിനുമപ്പുറം മറ്റൊരു കാര്യം കൂടിയുണ്ട്. 90,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് ഈ കരാറിന്റെ വ്യവസ്ഥയിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം. പക്ഷേ ഈ കരാറിൽ നടത്തിയ പിന്നെ ചില കൂട്ടിച്ചേർക്കലുകൾ പിന്നീട് ഈ ഒരു വ്യവസ്ഥയിൽ അതിനെ നേർപ്പിച്ചു കളഞ്ഞു. ആ വ്യവസ്ഥ ടി-കോമിന് അനുകൂലമാക്കി എന്ന ഒരു ആക്ഷേപം കൂടി CAG റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ടോ എന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മാത്രമല്ല ടി-കോം കമ്പനിയെ ഈ പദ്ധതിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത വിഷയത്തിലടക്കം ഗുരുതരമായ പിഴവുകൾ പറ്റി. കാരണം താല്പര്യ ക്ഷണം മറ്റ് കമ്പനികളോട് നടത്തിയില്ല. അതായത് നിരവധി കമ്പനികൾ ടി-കോമിന് പുറമെ ഈ പദ്ധതി ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരെ ഒന്നും ഉൾപ്പെടുത്താൻ, അത്തരമൊരു നീക്കം നടത്താൻ സർക്കാരിന് കഴിഞ്ഞില്ല. അതിലും ഗുരുതരമായ പിഴവ് പറ്റി എന്നതടക്കമുള്ള സ്ഥലം കൈമാറ്റം ചെയ്ത രീതിയിലടക്കം തുടക്കം മുതലേ ഇത് റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടിയെന്ന് ആക്ഷേപമുള്ള ഒരു പദ്ധതിയായിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ വിശദമായി പരാമർശിക്കുന്ന റിപ്പോർട്ടാണ് 2014 ജൂലൈയിൽ CAG പുറത്തുവിട്ടിരിക്കുന്നത്. പ്രധാനമായും ഒരു കമ്പനിക്ക് ഭൂമി നൽകി ആ കമ്പനി കരാറിൽ നിന്ന് പിന്മാറുമ്പോൾ അവരുടെ താല്പര്യത്തിന് അവർക്ക് പണം നൽകി വിധേയരാകുന്നത് എന്തിനെന്നുള്ള ചോദ്യം നമ്മൾ തുടക്കം മുതലേ ആവർത്തിച്ചത്. ഈ കരാറിൽ ഇങ്ങനെയാണോ സജിത്ത് പറയുന്നത്? കരാറിൽ എന്തൊക്കെയാണ് പ്രധാനമായും പറയുന്നത്? ഈ നഷ്ടപരിഹാരം, അതായത് ഇതിൽ നിന്ന് പിന്നോട്ട് പോകുമ്പോൾ ടി-കോമിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാനുള്ള വ്യവസ്ഥ നിലവിലുണ്ട്. ആ വ്യവസ്ഥ സർക്കാർ പാലിച്ചിട്ടില്ല. ആ വ്യവസ്ഥയായി സർക്കാർ മുന്നോട്ട് പോയില്ല. മറിച്ച് ടി-കോമിന് തിരികെ നഷ്ടപരിഹാരം നൽകുക എന്നതാണ് സർക്കാർ ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട്. അത് സർക്കാരിന് പറ്റുന്ന ഒരു പിഴവ് തന്നെയാണ്. അതായത് കരാറിൽ അങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടായിട്ട് കൂടി സർക്കാർ ആ സാധ്യത ഉപയോഗപ്പെടുത്തുന്നില്ല എന്നതാണ് നിലവിലെ സാഹചര്യം. അതേസമയം ഈ നിശ്ചിത നിർമ്മാണ കാലയളവിൽക്കുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പിഴവ് വരുത്തുകയോ വീഴ്ച വരുത്തുകയോ ചെയ്താൽ സർക്കാരിന് ഇടപെടാൻ ഈ കരാറിൽ വ്യവസ്ഥയില്ല എന്നതാണ് സാഹചര്യം. അതാണ് CAG റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തത്. ശരി, TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്.